പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹവും ശാപവും എന്ന് പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്നിപ്പോൾ പറയാൻ പോകുന്നത്. ദൈവം ആദാമിനെയും ഹവ്വയെയും സൃഷ്ടിച്ചതിന് ശേഷം ഏദൻ തോട്ടത്തിലാക്കി. പാമ്പിനെയും അവിടെ ഹവ്വയെയും ആദാമിനെയും പരീക്ഷിക്കാനായിട്ട് അവിടെ വരാൻ സമ്മതിച്ചു. ഒരു കൽപ്പന കൊടുത്തു ആദാമിനും ഹവ്വയ്ക്കും കൂടിയിട്ട് തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന നന്മയുടെയും തിന്മയുടെയും വൃക്ഷത്തിൻ്റെ ഫലം കഴിക്കാൻ പാടില്ല. അത് കഴിഞ്ഞ് ആദാമില്ലാത്ത സമയം നോക്കി പിശാച് പാമ്പിൻ്റെ രൂപത്തിൽ വന്നുകൊണ്ട് ഹവ്വയോട് ഈ വൃക്ഷത്തിൻ്റെ ഫലം കഴിക്കുന്നുണ്ട്, കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ ഹവ്വ അത് വിശ്വസിച്ച് ദൈവം പറഞ്ഞ വചനം വിശ്വസിക്കാതെ പിശാചിനനുസരിച്ചു. അങ്ങനെ ശപിക്കപ്പെട്ടു, ആദാമും ശപിക്കപ്പെട്ടു. അതിനുശേഷം ദൈവം മനുഷ്യനെയും ഭാര്യയെയും ശിക്ഷിക്കുന്നതായിട്ടുള്ള കാര്യമാണ് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 14 തൊട്ട് 19 വരെ ഉള്ള വാക്യങ്ങളിൽ പറഞ്ഞത്. അത് വായിക്കാം. 14-ാം വാക്യം. യഹോവയായ ദൈവം പാമ്പിനോട് കൽപ്പിച്ചത്, നീ ഇത് ചെയ്യുക കൊണ്ട് എല്ലാ കന്നുകാലികളിലും എല്ലാ കാട്ടുമൃഗങ്ങളിലും വെച്ച് നീ ശപിക്കപ്പെട്ടിരിക്കുന്നു. നീ ഉരസുകൊണ്ട് ഗമിച്ച് നിന്റെ ആഴ്കാലമൊക്കെയും പൊടി തിന്നും. നേരത്തെ പാമ്പ് അങ്ങനെ അല്ലായിരുന്നു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പിന്നെ അടുത്ത വാക്ക്, ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും. അത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പാമ്പ് മനുഷ്യരെ കാലിൽ പിടിച്ച് കൊല്ലുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. രണ്ടാമത്തേത് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ വരവിനെ കുറിച്ചാണ്. അത് യേശുക്രിസ്തുവിൻ്റെ കാൽവരി യാഗത്തോടുകൂടി പിശാചിൻ്റെ തല തകർക്കാണ് അവിടെ ഉണ്ടായത്. ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധമാണ് അവിടെ കാൽവരി മലയിൽ നടന്നത്. ആ യുദ്ധത്തിൽ പിശാചിനെ യേശുക്രിസ്തു തോൽപ്പിക്കുക ചെയ്തു. അതാണ് ആ വാക്യത്തെക്കുറിച്ചുള്ളത്. പിന്നെ സ്ത്രീയോട് കൽപ്പിച്ചത്, ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും. നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും, അവൻ നിന്നെ ഭരിക്കും. അപ്പം ഈ പറഞ്ഞ ഒരു ശാപമായിട്ടാണ് പറയുന്നത്. അത് കഷ്ടവും കൂട്ടും, ഗർഭധാരണ ഏറ്റവും വർദ്ധിപ്പിക്കും, വേദനയോടെ മക്കളെ പ്രസവിക്കും, നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും, നിന്നെ ഭരിക്കും. അതായത് ഇതൊരു ഈക്വലായിരുന്ന ആദാമും ഹവ്വയും ഇപ്പോൾ ഹവ്വയ്ക്കൊരു ലെവല് കുറച്ചു എന്നർത്ഥം. പിന്നെ ആദാമിനോട് പറഞ്ഞത്, മനുഷ്യനോട് കൽപ്പിച്ചതോ, നീ നിന്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഭൂമിക്കും ശാപം വന്നു എന്നർത്ഥം. നിന്റെ ആയുഷ്കാലമൊക്കെ നീ കഷ്ടതയോടെ അതിൽ അഹവൃത്തി കഴിയും. കഷ്ടപ്പാട് സഹിക്കേണ്ടി വരും ഈ ഭൂമിയിൽ മനുഷ്യന് എന്നാണ് പറയുന്നത്. മുള്ളും പറക്കാരയും നിനക്ക് അതിൽ മുളയ്ക്കും, വയലിലെ സസ്യം നിനക്ക് ആഹാരമാകും. നിലത്തുനിന്ന് നിന്നെ എടുത്തിരിക്കുന്നു, അതിൽ തിരികെ ചേരുവോളം മുഖത്തെ വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കും. നീ പൊടിയാവുന്നു, പൊടിയിൽ തിരികെ ചേരും. അതാണ് മനുഷ്യനോട് പറഞ്ഞ കാര്യം. അത് ശാപമാണ്. അതായത് കഷ്ടം അനുഭവിച്ച് ജോലി ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഭൂമിയിൽ കൃഷി ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം വേണ്ട രീതിയിൽ കിട്ടുകയില്ല എന്നാണ് അതിൽ പറയുന്നത്. പിന്നെ മരണവും പറഞ്ഞു. അതായത് 1000 വർഷം തികഞ്ഞില്ല, അതിനു മുമ്പ് മരിച്ചുപോയി. അല്ലെങ്കിൽ അത് നിത്യജീവനായിട്ട് അങ്ങനെ വരുമായിരുന്നു. അങ്ങനെയാണ് ദൈവം അനുഗ്രഹിച്ചാണ് ഭൂമിയിലാക്കിയത്. പക്ഷെ അത് നടന്നില്ല എന്നത് മനസ്സിലായല്ലോ. പിന്നെ ഈ ശാപം മാറിപ്പോകുന്ന സമയം എന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകം 22:3 അത് പറയുന്നത്. യാതൊരു ശാപവും ഇനി ഉണ്ടാകില്ല. ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം അതിലിരിക്കും, അവൻ്റെ ദാസന്മാർ അവനെ ആരാധിക്കും. അപ്പോൾ അതുവരെ ശാപം ഉണ്ടെന്ന് അർത്ഥം. വെളിപ്പാട് 22 ബൈബിളിലെ ഏറ്റവും അവസാനത്തെ അധ്യായമാണ്. ആ സമയം വരെയും ശാപമുണ്ട്. ഈ വേദനയും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. കഷ്ടപ്പാടിട്ട് ജോലി ചെയ്യേണ്ടി വരും. അതൊക്കെ സംഭവിക്കും എന്നർത്ഥം. അതേസമയം വേറെ ശാപങ്ങൾ പറയുന്നുണ്ട്. വേറെ ശാപങ്ങളെന്ന് പറയുന്നത് മനുഷ്യൻ്റെ പ്രവൃത്തി മൂലവും പാരമ്പര്യ നിമിത്തമുള്ള ശാപങ്ങളാണ്. ആ ശാപങ്ങൾ 4 തലമുറ വരെ നിൽക്കും. ദൈവകൽപ്പന അനുസരിച്ച് കഴിഞ്ഞാൽ ആ പാപം ആ സമയത്ത് തന്നെ നിൽക്കും. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് താഴെ വായിക്കാം. എല്ലാ അപ്പോസ്തലന്മാരും പാപമോചനത്തിന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുക എന്നാണ് പറഞ്ഞത്. ശാപം നീങ്ങാനായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുവാൻ പറഞ്ഞിട്ടില്ല. അത് സ്നാനം എന്ന് പറയുന്നത് പാപമോചനത്തിനാണ്. എന്നാൽ സകല ശാപവും നീങ്ങിപ്പോയി എന്ന് പറയുന്ന സുവിശേഷകന്മാർ വചനം ശരിയായ രീതിയിൽ മനസ്സിലാക്കാതെയാണ് പറയുന്നത്. ക്രിസ്തീയ ഗാനങ്ങളും ഇവർ ഇവണ്ണം എഴുതിയിരിക്കുന്നത്. ശാപങ്ങൾ നീങ്ങിപ്പോയി, പാപങ്ങൾ നീങ്ങിപ്പോയി എന്നൊക്കെയുള്ള പാട്ടുകളുണ്ട്. അതുപോലെ തന്നെ പാപവും ശാപവും രോഗവും നീക്കുവാൻ എന്നൊക്കെയുള്ള പാട്ടുകളൊക്കെ ഉണ്ട്. ഇതൊന്നും വചനാനുസൃതമായിട്ടുള്ള പാട്ടുകളല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുക്രിസ്തു മരിച്ചിരിക്കുന്നത് ആ മരണം കൊണ്ട് പാപമാണ് നീങ്ങിപ്പോകുന്നത്. ശാപം ആത്മീക
ആയിട്ടുള്ള നമ്മുടെ രക്ഷയ്ക്കുള്ള തടസ്സമുള്ളൊരു ശാപം ന്യായപ്രമാണം വഴി ഉണ്ടായിരുന്നു. ന്യായപ്രമാണത്തിൻ്റെ ശാപം എന്ന് പറഞ്ഞാൽ അതാണ്. ആ ശാപമാണ് നീങ്ങിപ്പോയത്. അത് എഴുതിയിരിക്കുന്നത് എവിടെയാണ്? ഗലാത്യർ 3:13 മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടൻ എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലക്കി വാങ്ങിയെന്നാണ് പറയുന്നത്. ന്യായപ്രമാണത്തിൻ്റെ ശാപമാണ് നമ്മൾ വാങ്ങിയത്. ന്യായപ്രമാണം ഒരുവിധപ്പെട്ട ആൾക്കാർക്കൊന്നും അനുസരിക്കാൻ ബുദ്ധിമുട്ടുള്ള, വളരെ പ്രയാസമുള്ള കൽപ്പനകളാണ് അതിലുള്ളത്. അതിൽ നിന്നും മുക്തി എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. ഇയർലി യാഗങ്ങൾ നടത്തുന്നുണ്ട്, വേറെ പല യാഗങ്ങൾ, ഇതൊക്കെ നടത്തിയാലും മനുഷ്യന് പൂർണ്ണത വരണമെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ യാഗം കൊണ്ട് മാത്രമേ ആത്മീകമായിട്ടുള്ള രക്ഷ വലിയ ലെവലിലുള്ളത് നടക്കുകയുള്ളൂ. അതാണ് ഇതിൽ പറയുന്നത്. അതുകൊണ്ട് ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് മാത്രമേ വേണം. ബാക്കിയുള്ള ദൈവം ശപിച്ച ശാപങ്ങളോ എല്ലാം പാരമ്പര്യത്തിൻ്റെതായിട്ടുള്ള മറ്റുള്ള കാര്യങ്ങളോ ഒക്കെ അങ്ങനെ മാറിപ്പോയതായിട്ട് പറയുന്നില്ല. ഉദാഹരണമായിട്ട് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദാമിൻ്റെ അവയുടെയും കാര്യം നമ്മൾ പറഞ്ഞു. ഇപ്പോഴും സ്ത്രീകൾക്ക് വേദനപ്പെട്ട് പ്രസവിക്കണം, അതുപോലെ തന്നെ മനുഷ്യന് കഷ്ടപ്പെട്ട് ജോലി ചെയ്യേണ്ടതൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് മാറിയിട്ടില്ല എന്ന് മനസ്സിലായി. പിന്നെ അതേസമയം പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിട്ട് ചില നല്ല പാരമ്പര്യമുള്ള ആൾക്കാരുടെ മക്കളും അതുപോലെ തന്നെ നല്ല വലിയ വിദ്യാഭ്യാസവും വലിയ ഉദ്യോഗവും കാര്യങ്ങളൊക്കെ കിട്ടിയിരിക്കുന്നില്ലേ? അത് പാരമ്പര്യത്തിൻ്റെ അനുഗ്രഹമാണ്. അതുപോലെ തന്നെ കളറ് കുറഞ്ഞായിട്ടുള്ള ആൾക്കാർ ജനിക്കുന്നു, ഉയരം കുറഞ്ഞിട്ട് ജനിക്കുന്നു. ഇതെല്ലാം പാരമ്പര്യമാണ്. അത് ഒരു അനുഗ്രഹക്കുറവാണ്, ശാപമാണെന്ന് അങ്ങനെ പറയാൻ പറ്റില്ല. അതിപ്പോൾ സംഭവിക്കുന്നില്ല. ഇപ്പോൾ നീഗ്രോക്കാരുടെ മക്കളെല്ലാം അതുപോലെ തന്നെയല്ലേ വളരെ കറുത്ത് മുഖ ശോഭ ഒക്കെ കുറഞ്ഞിട്ടുള്ള ആൾക്കാരല്ലേ ഭൂരിഭാഗം ആൾക്കാർ അവരുടെ ഇടയിൽ. അത് അനുഗ്രഹക്കുറവാണ്. അത് ബൈബിൾ വായിക്കുന്നവർക്ക് അറിയാം. അത് ഇസ്രായേൽ ജനം പാല് പോലെ വെളുത്തവരായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അതിൽ നിന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അനുഗ്രഹം തന്നെയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാം. അപ്പൻ്റെയും അമ്മയുടെയൊക്കെ പാരമ്പര്യം അനുസരിച്ചിട്ടാണ് മക്കളുണ്ടാകുന്നത്, ഈ ലോക അനുഗ്രഹങ്ങളൊക്കെ. പക്ഷേ ആത്മീക അനുഗ്രഹത്തിന് ഇതൊന്നൊരു തടസ്സമല്ല. ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് ദൈവം നമ്മൾ വിലക്കി വാങ്ങിയത് കൊണ്ട് ഈ ആത്മീകമായിട്ടുള്ള രക്ഷ, അത് സ്വർഗത്തിലേക്ക് നമുക്ക് പോകാനായിട്ടുള്ള തടസ്സം അവിടെ ഒഴിവായി പോയി. അതിനെ ഏത് ജാതി ജനിച്ചാലും ഏത് മതത്തിൽ ജനിച്ചാലും അതെല്ലാം ദൈവം ഒരേപോലെ എടുക്കുന്നത്. പക്ഷെ ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ടത് യേശുക്രിസ്തു പറഞ്ഞ കൽപ്പനകൾ നമ്മൾ വിശ്വസിച്ച് പ്രമാണിക്കുക എന്നുള്ള കാര്യം മാത്രമേ അവർ പറയുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് വിലക്കി വാങ്ങിയത്. അപ്പോൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ ഉണ്ടെന്നാണ് എൻ്റെ അർത്ഥം. പിന്നെ അടുത്ത് വായിക്കാം. പിന്നെ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം വാക്യം 14 മുതലുള്ള വചനങ്ങൾ അനുസരിച്ച് ദൈവം ആദാമിനെയും ഹവ്വയെയും ഭൂമിയെയും ശപിച്ച ശാപങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു. അത് ഞാൻ പറഞ്ഞു. സ്ത്രീകൾക്ക് പ്രസവത്തിന് ആതിരപ്പേരെ ഇപ്പോഴും ഉപയോഗിക്കേണ്ട ഒരു സ്ത്രീകൾ പുരുഷന്മാർക്ക് അധീനപ്പെട്ടിരിക്കുന്നു. കുടുംബം മാറ്റേണ്ടതിന് പുരുഷന്മാർക്ക് കഷ്ടാനുഭവിച്ച് ജോലി ചെയ്യേണ്ടി വരുന്നു. ഭൂമി പൂർണ്ണ ഫലം തരാതെ ഇരിക്കുന്നു. ഫലം കിട്ടുന്നതിന് വേണ്ടി അനവധി കീടനാശിനികൾ ഉപയോഗിക്കേണ്ടി വരുന്നു. കീടനാശിനികൾ ശരീരത്ത് ചെല്ലുന്നതിനാൽ മനുഷ്യൻ്റെ ആയുസ് കുറയുന്നു. ഇതൊന്നും നല്ല കാര്യങ്ങളല്ല. അതൊക്കെ ഈ ദൈവം ശപിച്ച ശാപത്തിൻ്റെ ഫലമാണ്. അതിപ്പോഴും അനുഭവിക്കില്ലേ നമ്മൾ. എന്നാൽ അനുഗ്രഹവും ശാപവും സ്വന്തം പ്രവൃത്തി കൂടാതെ മറ്റുള്ളവരുടെ, അതായത് അപ്പനമ്മ, അധ്യാപകർ, സഭാമൂപ്പന്മാർ, അധികാരികൾ എന്നിവരുടെ പ്രവൃത്തിയുടെ ഫലമായിട്ടുമുണ്ട്. അതുകൊണ്ടാണ് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്. 1 തിമോത്തി 2-ാം അധ്യായം 1 മുതൽ 3 വാക്യം. അതെന്താണ്? എന്നാൽ സകല മനുഷ്യരും നാം സർവഭക്തിയോടും ഘനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന് വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രവും ചെയ്യണം എന്ന് ഞാൻ സകലത്തിനു മുമ്പ് പ്രബോധിപ്പിക്കുന്നു. അത് നമ്മുടെ രക്ഷിതാവ് ദൈവത്തിൻ്റെ സന്നിധി നല്ലതും പ്രസാദകരവുമാകുന്നു. അധികാരസ്ഥാനത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ് ഇത് പറയുന്നത്. പിന്നെ ഏത് മനുഷ്യരും അവരുടെ സാഹചര്യങ്ങളുടെയും പാരമ്പര്യങ്ങളുടെയും അടിസ്ഥാനത്തിലുള്ള അനുഗ്രഹവും ശാപവും അനുഭവിക്കും. എന്നാൽ ദൈവത്തെ അനുസരിക്കുന്നവരെ 1000 തലമുറ വരെ അനുഗ്രഹിക്കും. അപ്പോൾ 1000 തലമുറ വരെ അനുഗ്രഹം. അതാണ് ഈ ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ ആ മാതിരിയുള്ള അവർ തെറ്റ് ചെയ്തിട്ടും ദൈവം അനുഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ശാപങ്ങൾ 4 തലമുറ വരമേ ഉണ്ടാവുകയുള്ളൂ. പുറപ്പാട് 20:5-6 അത് പറഞ്ഞിട്ടുണ്ട്. അത് വായിക്കാം. അവയെ നമസ്കരിക്കുകയോ, അതായത് വിഗ്രഹങ്ങളെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. നിന്റെ ദൈവമായ യഹോവയായ ഞാൻ തീക്ഷ്ണതയുള്ള ദൈവമാകുന്നു. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ മക്കളുടെ മേൽ സന്ദർശിക്കുകയും എന്നെ സ്നേഹിച്ച് എൻ്റെ കൽപ്പന പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കും. ക്രിസ്തു വിശ്വസിക്കുകയും വിശുദ്ധരായി ജീവിക്കുകയും ചെയ്താൽ ആ മനുഷ്യരുടെ പാപം ദൈവം ക്ഷമിക്കുകയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്യും.
പുസ്തക പ്രവൃത്തികൾ 10:43 പറഞ്ഞിരിക്കുന്നത്. എന്തെഴുതി? അവന് വിശ്വസിക്കുന്ന ഏവനും അവന്റെ നാമം മൂലം പാപമോചനം ലഭിക്കുമെന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. എന്നാൽ വിശ്വസിക്കാത്തവരുടെ മേലുള്ള ശാപം 4 തലമുറ വരെ കുറഞ്ഞു വരും. അവർ ന്യായപ്രമാണത്തിന് കീഴാകുന്നു. റോമർ 2:14 പറയുന്നുണ്ട്. എന്താ പറയുക? ന്യായപ്രമാണം ഇല്ലാത്ത ജാതികൾ ന്യായപ്രമാണത്തിലുള്ള സ്വഭാവത്താൽ ചെയ്യുമ്പോൾ ന്യായപ്രമാണമില്ലാത്ത അവർ തങ്ങൾക്ക് തന്നെ ഒരു ന്യായപ്രമാണമാകുന്നു. അതായത് ന്യായപ്രമാണം അവരുടെ ഹൃദയത്തിൽ ദൈവം കൊടുത്തിരിക്കുക എന്നാണ് പറയുന്നത്. ക്രിസ്തു നമ്മെ ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് വീണ്ടെടുത്തു. ഗലാത്യർ 3:13. ഇതിനർത്ഥം ദൈവകൽപ്പനകൾ പ്രമാണിക്കുന്നവർക്ക് ആത്മരക്ഷയും ഇഹലോകത്ത് ജീവിതത്തിന് ആവശ്യമായതെല്ലാം ദൈവത്തിൽ ഭദ്രമാണെന്നാണ്. അതായത് ഈ ലോകത്ത് ജീവിക്കാനുള്ള എല്ലാം കിട്ടും. അതേസമയം ആത്മാരക്ഷയും ഏറ്റവും വലിയ രക്ഷയായിട്ട് പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നു. അത് എഴുതിയിരിക്കുന്ന വചനം നമുക്ക് നോക്കാം. മർക്കോസ് 8:36-37. ഒരു മനുഷ്യൻ സർവ്വലോകം നേടുകയും തൻ്റെ ജീവനെ കളയുകയും ചെയ്താൽ അവൻ എന്ത് പ്രയോജനം? അല്ല, തൻ്റെ ജീവന് വേണ്ടി മനുഷ്യൻ എന്ത് ഒരു മറുവില കൊടുക്കും? അതായത് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ആത്മരക്ഷയാണെന്നാണ് പറയുന്നത്. ഈ മുഴു ലോകത്തേക്കാൾ വില ദൈവം അതിന് കൽപ്പിക്കുന്നുണ്ട്. എന്നാൽ പഴയ നിയമത്തിൽ ഇഹലോക അനുഗ്രഹങ്ങളും വലിയ അനുഗ്രഹങ്ങളായിട്ട് പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അബ്രഹാം വലിയ പണക്കാരനായിരുന്നു, അതുപോലെ യോബ് പണക്കാരനായിരുന്നു. ഇവരൊക്കെ ഇങ്ങനെയാണെങ്കിലും അവർ ലോകത്തെ സ്നേഹിച്ചിട്ടില്ല. അവർ ദൈവത്തിനാണ് അവർ പ്രിയോറിറ്റി കൊടുത്തത്. യോബും അങ്ങനെയുള്ള വിശുദ്ധന്മാരെല്ലാം അങ്ങനെയാണ് ചെയ്തത്. അതുകൊണ്ടാണ് അവർക്ക് ആത്മരക്ഷയും കൂടി കിട്ടിയത്. ഈ ലോകത്തെ സ്നേഹിക്കരുത്. നിർഭാഗ്യവശാൽ ഈ ലോകത്തെ ദൈവമക്കളാണെന്ന് പറയുന്ന ഭൂരിഭാഗം പേരും ഈ ലോകത്തിനാണ് പ്രിയോറിറ്റി കൊടുക്കുന്നത്. എല്ലാവരും അങ്ങനെയാണ്, ഒരാളും അതിൽ വ്യത്യാസമൊന്നുമില്ല. യേശു ക്രിസ്തു രഹസ്യമായിട്ട് വന്ന് നമ്മളെ എടുത്തുകൊണ്ട് പോകും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അങ്ങനെയുള്ളവരാണ്. ഈ ലോകത്തിൻ്റെ അനുഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ദൈവം വിലക്കെടുക്കുന്നത് എന്നുള്ള രീതിയിൽ അവർ പഠിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ലോകത്ത് എന്തെങ്കിലും ഒത്തിരിയൊക്കെ പൈസയൊക്കെ ഉണ്ടാക്കുകയും പക്ഷേ വലിയ കെട്ടിടങ്ങളൊക്കെ പണിയും നല്ല ജോലിയൊക്കെ കിട്ടുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ വിചാരം എന്ന് വെച്ചാൽ ഞങ്ങളെ ദൈവം അനുഗ്രഹിച്ചു. ജാതികളായിട്ടുള്ളവർ അങ്ങനെയല്ലേ പറയുന്നത്. ഞങ്ങളെ ദൈവം അനുഗ്രഹിച്ചു, ഞങ്ങൾക്കിപ്പോൾ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. ദൈവമക്കളെ കുറിച്ച് ദൈവം അങ്ങനെയല്ല ആഗ്രഹിക്കുന്നത്. ഈ ലോകത്തിന് ഇമ്പോർട്ടൻസ് സെക്കൻഡറി ആയിരിക്കണം. ഫസ്റ്റ് പ്രിയോറിറ്റി ദൈവമായിരിക്കണം. ദൈവം പറഞ്ഞ കൽപ്പനകളാണ് പ്രമാണിക്കേണ്ടത് എന്നാണ് ഇതിൽ നിന്ന് പറയുന്നത്. അനുഗ്രഹം എന്ന് പറയുന്നത് ആത്മീയ അനുഗ്രഹമാണ് ഏറ്റവും വലുത്. അത് കഴിഞ്ഞിട്ടുള്ളൂ ഭൗതിക അനുഗ്രഹം. ഈ ലോകത്ത് വേണ്ടതെല്ലാം ദൈവം തരും. ഞാൻ തന്നെ പലപ്പോഴും കുറച്ചൊക്കെ കിട്ടിയാൽ കൊള്ളായിരുന്നു എന്നുള്ള ആഗ്രഹത്തിൽ പ്രാർത്ഥിച്ചു ദൈവം വേണ്ട, ഇത് മതി, ആവശ്യത്തിനുള്ളതുണ്ടല്ലോ, അതനുസരിച്ച് പോയാൽ മതി. കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ ചോദിക്കുന്നു. പലതവണ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മളെ ആത്മാവിന് ദൈവം അത്രയും വില കണക്കാക്കുന്നുണ്ട്. അപ്പോൾ അനുഗ്രഹം ശാപം എങ്ങനെയാണ് വരുന്നത്? എന്ത് അനുഗ്രഹമാണ് ഏറ്റവും വലിയത്? ഏതെല്ലാം അനുഗ്രഹങ്ങൾ ഈ ലോകത്ത് ദൈവം കൊടുക്കും? ഏതെല്ലാം ശാപങ്ങൾ ഈ ലോകത്ത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ ഞാനിപ്പോൾ ഇതിൽ പറഞ്ഞ് നിങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതോടുകൂടി ഈ വീഡിയോ നിർത്തുകയാണ്.